ആട്ടിടയന്മാരുടെ നാടായ പഹൽഗാമിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഒന്നാം ഭാഗം കാണാത്തവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 8000-ലധികം അടി ഉയരത്തിലാണ് നാം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന താഴ്വരയാണ് ലിഡർ താഴ്വര. ജാനുവരി മാസത്തിൽ -6 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കുറയാറുണ്ട്. മനോഹരമായ ലിഡർ നദിയാണ് പഹൽഗാമിലെ മറ്റൊരു പ്രധാന ആകർഷണം. ജാനുവരി മാസത്തിൽ പൂർണ്ണമായും ഈ നദി മഞ്ഞു മൂടപ്പെടും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വേണം നാം ഇവിടെ യാത്ര ചെയ്യാൻ. RT-PCR ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ യാത്രക്കാരെ മുമ്പോട്ട് കയറ്റിവിടുകയുള്ളൂ. അല്ലെങ്കിൽ 2 വാക്സിനും എടുത്തവരായിരിക്കണം. ഞങ്ങൾ ഒഫീഷ്യൽ ID-യും വാക്സിൻ ഡീറ്റെയിൽസും കാണിച്ചുകൊണ്ട് യാത്ര തുടർന്നു. ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന 100 കണക്കിന് കുതിരക്കാരെയും കുതിരകളെയും നമുക്കിവിടെ കാണാൻ കഴിയും. അതിലൊരു കുതിരക്കാരൻ കുതിരസവാരിയുടെ നിരക്കിനെക്കുറിച്ചും ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞു തന്നു. കാശ്മീർ ടൂറിസം ബോർഡ് അനുവദിച്ചിരിക്കുന്ന കുതിരസവാരിയുടെ നിരക്കിനെക്കുറിച്ച് ഇവിടെ കൃത്യമായ ഒരു ധാരണ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ചോയ്സ് സെലക്ട് ചെയ്യാം. ഇതിനിടയിൽ കുതിരകൾക്ക് ലാടമടിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. ഫാരിയർ ഹൂഫ് റീസ്റ്റോറേഷൻ എന്നാണ് പ്രൊഫഷണലി ഇതറിയപ്പെടുന്നത്. പഴകിയ ലാടം ആദ്യം ഇളക്കി മാറ്റും. പിന്നീട് അത്രയും ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇരു സൈഡുകളും നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇരു സൈഡുകളും അതിൻ്റെ ഇടയിലുള്ള സ്ഥലവും എല്ലാം നല്ലപോലെ ചീകി ഒരേ ലെവലാക്കും. ഈ ലാട പഠിക്കുന്നതിന് മുമ്പ് ഈ തറനിരപ്പുമായി ഇത് വളരെ ലെവലായിരിക്കണം. ഇല്ലെങ്കിൽ അതിന് നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടും. കുതിരയുടെ ബാലൻസിങ്ങിനും ബോഡി സ്റ്റെബിലിറ്റിക്കും വേണ്ടിയാണ് ഈ ലാട ഉപയോഗിക്കുന്നത്. വളരെ പ്രൊഫഷണലായി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അളവിലുള്ള ലാടം കൃത്യമായി തിരഞ്ഞെടുത്ത് അതിൽ ആണി അടിച്ച് ഉറപ്പിച്ച് വെക്കുകയാണ് അടുത്ത ജോലി. ആണി സൈഡുകളിലേക്കാണ് അടിക്കുന്നത്. കാണുമ്പോൾ ഇവറ്റകൾക്ക് വേദന എടുക്കില്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നും. സ്വാഭാവികമായി എനിക്കും തോന്നി. പക്ഷേ സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ഭാഗമാണ് കാലിൻ്റെ അടിഭാഗം എന്നുള്ളത്. അതുകൊണ്ടാണത് അടങ്ങി നിൽക്കുന്നത്. യൂട്യൂബിൽ കോടിക്കണക്കിന് പ്രേക്ഷകരുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഫരിയർ ഹൂഫ് റീസ്റ്റോറേഷൻ അഥവാ കുതിരയ്ക്ക് ലാടനടിക്കുക എന്നുള്ളത്. അങ്ങനെ പുതിയ ലാടം ധരിച്ചുകൊണ്ട് അവൻ റെഡിയായി. ഞങ്ങളെയും കൊണ്ട് പഹൽഗാമിൻ്റെ താഴ്വരകളിൽ യാത്ര തുടങ്ങാൻ. ആദ്യമായാണ് കുതിര സവാരി ചെയ്യാൻ പോകുന്നത്. തുടക്കത്തിൽ താഴെ വീഴാതിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷേ പതിയെ പതിയെ കുതിര സവാരി പഠിച്ചു തുടങ്ങി. ഈ യാത്രയുടെ അവസാനം ഞാനും ഒരു കുതിര സവാരിക്കാരനായി. കുതിരയുടെ വിശേഷങ്ങളും കുതിര സവാരി എങ്ങനെയാണെന്നും കുതിരയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം. അതുവരെ ബൈ.